സർവീസ് മോഡ്യൂളിൻ്റെ കംപ്ലീറ്റ് ഡെമോയാണ് കാണാൻ പോകുന്നത്. ഒരു സർവീസ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് എ ടു സെഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ അകത്തുള്ള റിപ്പോർട്ട്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ ഒരു ഷോപ്പിൽ ഇലക്ട്രോണിക് ഷോപ്പോ ഹോം അപ്ലയൻസോ അങ്ങനെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഷോപ്പുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. യൂഷ്വലി ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ഒരു ജോബ് എൻട്രി ഉണ്ടാവും. ഒരുപാട് മൾട്ടിപ്പിൾ ടെക്നീഷ്യൻസ് ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ജോബ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടാവാം. ഇപ്പോൾ ഒരു ഓതറൈസ് സർവീസ് സെൻറ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 4-5 ടെക്നീഷ്യൻസ് ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ഒരു വർക്ക് മാനേജ് ചെയ്യുന്ന ഒരാളുണ്ടാവും. അയാൾ ഇത് അസൈൻ ചെയ്ത് കൊടുക്കും. ഈ വർക്ക് ഇന്ന ആണെന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നൊരു സെക്ഷനാണിത്. ദെൻ ജോബ് ഡൺ എന്ന് പറയുന്നത് ടെക്നീഷ്യന്മാർ യൂസ് ചെയ്യുന്നൊരു വിൻഡോ ആണ്. അവിടെ അവർ ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുകയും അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത സ്പെയറിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുകയും ചെയ്യുകയാണത് ആ വിൻഡോയ്ക്കകത്ത്. ദെൻ കസ്റ്റമർ വരുന്ന സമയത്ത് ജോബ് ഡെലിവറി ചെയ്യും. അത് പിന്നെ ഉള്ളത് അവിടെ ആ ജോബ് ഡെലിവറി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ പേയ്മെൻറ്റ് കളക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ലെവൽ 3 ഡിസ്പാച്ച്, ലെവൽ 3 റിട്ടേൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ ചെയ്യാൻ പറ്റാത്ത വർക്കാണ് നമ്മളത് ഒരു അതിന് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള വേറൊരു ഷോപ്പിലോ അല്ലെങ്കിൽ വേറൊരു സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഒരു സർവീസ് ടെക്നീഷ്യനോ പുറത്ത് കൊടുത്ത് ചെയ്യുകയാണ്. ചിലപ്പോൾ ചില കേസിൽ നമുക്ക് ഓതറൈസ് സർവീസ് സെൻറ്ററിൽ എടുത്ത സാധനം തന്നെയാണെങ്കിലും ഇപ്പോൾ ട്രിവാൻഡ്രത്ത് എടുത്താണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് അതിനുള്ള ടെക്നോളജി ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാംഗ്ലൂർ അയച്ച് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കേസുകൾക്ക് നമുക്ക് അങ്ങോട്ട് എത്രണ്ണോ അയച്ചു, ഏതൊക്കെ സീരിയൽ നമ്പേഴ്സാണ് അയച്ചത്, അതിലേതൊക്കെ തിരിച്ച് വന്നു, അതൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലെവൽ 3 ഡിസ്പാച്ചും ലെവൽ 3 റിട്ടേൺ യൂസ് ചെയ്യുന്നത്. ദെൻ ജോബ് സ്റ്റാറ്റസ് കസ്റ്റമർ ചോദിക്കുന്ന സമയത്ത് വിളിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ജോബിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ റിപ്പോർട്ട്സും ഉണ്ട്. ഞാൻ റിപ്പോർട്ട്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ സർവീസ് മോഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് കുറച്ച് മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഈ മാസ്റ്റേഴ്സിൽ ശരിക്കും നമുക്ക് വേണ്ടത് സർവീസ് സെൻറ്റേഴ്സ്. നമുക്ക് ലെവൽ 3 ഡിസ്പാച്ച് റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രം സർവീസ് സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഉള്ളത് സർവീസ് എൻജിനീയേഴ്സാണ്. നമ്മുടെ സർവീസ് സെൻറ്ററിലുള്ള ടെക്നീഷ്യന്മാരുടെ പേരും അവരുടെ ഡീറ്റെയിൽസും ആഡ് ചെയ്യുന്നൊരു വിൻഡോ ആണ്. പിന്നെ പ്രോഡക്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട്, അത് സ്പെയർ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് മാസ്റ്ററിനകത്ത് വന്നിട്ട് അത് കൊടുക്കണം. അത് നിങ്ങൾ GST റിലേറ്റഡ് ആയിട്ടാണ്, GST രജിസ്ട്രേഷൻ ഉള്ള ആളാണ്, GST റിലേറ്റഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ HSN കോഡ്, യൂണിറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് അതിൻ്റെ അകത്ത് ഒരു മോഡ്യൂളായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ടെക്നീഷ്യൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. സർവീസ് എൻജിനീയേഴ്സ് എന്ന് പറയുന്ന വിൻഡോ ആണ്. ഇവിടെ വേറൊന്നുമില്ല, ഒരു ടെക്നീഷ്യൻ്റെ ID, ഒരു നെയിം, ദെൻ അവർ ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഇത് കമ്പൽസറി ഫീൽഡൊന്നും അല്ല, വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ദെൻ അവരുടെ അഡ്രസ്സ്, ഫോൺ ഡീറ്റെയിൽസ്, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ എടുക്കുന്നത്. പിന്നെ സർവീസ് സെൻറ്റേഴ്സ്, അതും ഇതുപോലെ തന്നെയാണ്. സർവീസ് സെൻറ്ററിൻ്റെ IDയും സെൻറ്ററിൻ്റെ നെയിമും അതിൻ്റെ അഡ്രസ്സും മാത്രം എടുക്കുന്നു. പിന്നെ നമുക്ക് കുറച്ച് സ്പെയർസിൻ്റെ കാര്യങ്ങളാണ്. ആ സ്പെയറിൻ്റെ സ്റ്റോക്ക് നമുക്കിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഇപ്പോൾ സ്പെയർ ആണെങ്കിൽ സ്പെയറിനകത്ത് നമുക്ക് പല കാറ്റഗറീസ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. ആ കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നമുക്ക് സ്പെയർസ് ആഡ് ചെയ്ത് വെക്കാം. ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നതും ആ സ്പെയർ ആഡ് ചെയ്യുന്നതും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചങ്ങ് പോവാം. പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ നമ്മുടെ ലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്. പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാം. ഈ സ്പെയറിൻ്റെ താഴെ നമുക്കൊരു സെപ്പറേറ്റ് കാറ്റഗറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാമറ എന്ന് പറഞ്ഞ ആഡ് ചെയ്യാണ്. ഫ്രണ്ട് ക്യാമറ എന്ന് ആഡ് ചെയ്യാം. ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞ് ആഡ് ചെയ്തു. ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് നമുക്ക് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ഫ്രണ്ട് ക്യാമറ F41. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് മൾട്ടിപ്പിൾ ബാച്ച് ആയിട്ടാണെങ്കിൽ മൾട്ടിപ്പിൾ ബാച്ചായിട്ട് ചൂസ് ചെയ്യാം. നോ ബാച്ച് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. എൻ്റെ HSN കോഡ് ഉണ്ടെങ്കിൽ HSN കോഡ് കൊടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം നമുക്ക്. അതിൻ്റെ സ്റ്റോക്ക് എത്ര ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് വരുന്ന സമയത്ത് നമുക്ക് പർച്ചേസ് വിൻഡോ വഴി നമുക്ക് പുതിയ പുതിയ സ്റ്റോക്ക് വന്നതാണെങ്കിൽ പർച്ചേസ് വിൻഡോ വഴി നമുക്ക് പർച്ചേസായിട്ട് കാണിക്കാം. അതിന് വേണ്ടുന്ന സപ്ലയറെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ സപ്ലയർ മാസ്റ്റർ എന്ന് പറയുന്ന ഇവിടെ ഉണ്ട്. സപ്ലയർ ആരാണ് തരുന്നത്, ആ സപ്ലയറെ ക്രിയേറ്റ് ചെയ്യുക, പർച്ചേസ് വെക്കുക. അതിൻ്റെയൊക്കെ വീഡിയോസ്, ആ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ലിസ്റ്റിലുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോയി കാണാം. തൽക്കാലം ഞാനൊരു ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കുകയാണ്.
5 ക്വാണ്ടിറ്റി. അതിൻ്റെ നമ്മുടെ ഒരു ലാൻഡിങ് കോസ്റ്റ് നമുക്കൊരു 1000 രൂപ ഞാൻ ലാൻഡിങ് കോസ്റ്റ് ഇട്ടു തന്നെ. പിന്നെ റീറ്റെയിൽ യൂഷ്വലി സർവീസ് സെൻറ്റേഴ്സിൽ കോസ്റ്റിന് തന്നെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. ഇനി അങ്ങനെയല്ല, നമുക്ക് ഇതിൻ്റെ അകത്തൊരു മാർജിൻ ആഡ് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അതിനുള്ളൊരു പ്രൈസ് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇത് GST ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്കിവിടെ 0 ആഡ് ചെയ്യാം. സേവ് ചെയ്യുന്നു. ഇത്രയുള്ള പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ നമുക്ക് സ്പെയർസ് എല്ലാം ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സർവീസ് മോഡ്യൂൾ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായി. ഇനി നമുക്കൊരു ജോബ് ഷീറ്റ് എൻട്രി, ഒരു കസ്റ്റമർ വന്നു, ഒരു ജോബ് ഷീറ്റ് എൻട്രിയാണ് സർവീസ് ജോബ് എൻട്രി. ഇവിടെ പല സീരീസ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ഈ നമ്പർ സീരീസ് ഡിഫറെൻറ്റ് സീരീസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്, നമുക്ക് വാക്ക് ഇൻ കസ്റ്റമേഴ്സിനൊരു നമ്പർ സീരീസും വേറെ ഷോപ്പിൽ നിന്ന് സർവീസിന് കൊണ്ടുവരുന്ന കേസുകൾ വേറൊരു നമ്പർ സീരീസിലും സെറ്റ് ചെയ്യണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓട്ടോമാറ്റിക് ജോബ് ഷീറ്റ് നമ്പറാണ്. ജോബ് ഷീറ്റ് നമ്പറിൻ്റെ ഈ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 12 ലെങ്ത് ഉള്ളൊരു നമ്പർ വരണം, അതിൻ്റെ പ്രിഫിക്സ് ഇന്നതായിരിക്കണം, അതിൻ്റെ സഫിക്സ് ഇന്നതായിരിക്കണം, ദെൻ അതിൻ്റെ അടുത്ത നമ്പർ എന്തായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, JOBന്ന് സ്റ്റാർട്ട് ചെയ്ത് 12 ഡിജിറ്റ് വരാൻ വേണ്ടിയിട്ട് JOBന്ന് സ്റ്റാർട്ട് ചെയ്യുകയും 2425 എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യുകയും വേണം. അടുത്ത നമ്പർ 2 ആയിരിക്കണം, അത് ഇവിടെ ഉണ്ട് 2. ദെൻ ടോട്ടൽ ലെങ്ത് 12 ആയിരിക്കണം. അപ്പം ബാക്കി അതിനിടയ്ക്ക് 0 അത് ആഡ് ചെയ്ത് ടോട്ടൽ ലെങ്ത് 12 ഉള്ള ഒരു നമ്പർ അത് ജനറേറ്റ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനിൽ മാറ്റാനും പറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ജോബ് റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റും ടൈം, ഈ നമ്പർ ഒരു തവണ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കോളും. ഓരോന്ന് സേവ് ചെയ്യുമ്പോൾ അടുത്ത നമ്പർ എടുത്തത് പോയിക്കോളും. ജോബ് ഡേറ്റും ടൈം നമുക്കിവിടെ കലണ്ടർ വരും. കലണ്ടറിൽ ചൂസ് ചെയ്യാം. കറണ്ട് ടൈം ആയിരിക്കും അവിടെ വരിക. ദെൻ അക്കൗണ്ട് ക്രെഡിറ്റ് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ വേറെ ഷോപ്പിൽ നിന്ന് സർവീസ് വരുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. കസ്റ്റമറിൻ്റെ അക്കൗണ്ട്, ഷോപ്പിൻ്റെയൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അവർ പിന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവരുടെ ലെഡ്ജറൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇല്ല, നമുക്കൊരു വാക്ക് ഇൻ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ വാക്ക് ഇൻ കസ്റ്റമർ നെയിം നമ്മൾ കൊടുക്കുകയാണ്. റഫീഖ്, അഡ്രസ്സ് തിരുമല ട്രിവാൻഡ്രം കൊടുത്തു. പുള്ളിയുടെ ഫോൺ നമ്പറും കൂടെ കൊടുക്കുകയാണ് ഞാൻ. ദെൻ ഷോപ്പാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ GST ഉള്ള ഷോപ്പാണെങ്കിൽ അവിടെ GST നമ്പർ വരും. ദെൻ സ്റ്റേറ്റൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ദെൻ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് നമുക്ക് പല കംപ്ലയിൻറ്റ്സും കസ്റ്റമർ വരുന്ന സമയത്തായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. നേരത്തെ ആഡ് ചെയ്ത് കുറച്ച് ഡിഫോൾട്ടായിട്ട് സ്ഥിരമായിട്ട് വരുന്ന കംപ്ലയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ വരുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റിനകത്ത് നമുക്ക് കംപ്ലയിൻറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറ നോട്ട് വർക്കിംഗ് അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ പ്രോബ്ലം എന്നിടാം. ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, അത് ആ ലിസ്റ്റിലേക്ക് ആഡായി. ഇതുപോലെയാണ് നമുക്കിത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു സ്പെല്ലിംഗ് തെറ്റിപ്പോയെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്ക് അവിടെ കൊണ്ട് ചെല്ലുക, ആ സ്പെല്ലിംഗ് എഡിറ്റ് ചെയ്യുക, ഒന്നുകൂടെ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഒരു ഐറ്റം നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ സാമ്പിൾ ഒരു ഐറ്റം അടിക്കാം, ഇത് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഐറ്റത്തിലേക്ക് വരിക, ഷിഫ്റ്റ് ബാക്ക് സ്പേസ് അടിക്കുക, അത് റിമൂവ് ചെയ്യണമെന്ന് ചോദിക്കും, യെസ് കൊടുക്കുക, അത് ആ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ആവും. ഇങ്ങനെയാണ് നമുക്ക് ലിസ്റ്റിലോട്ട് ഐറ്റം ആഡ് ചെയ്യുന്നത്. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് കോമൺ ആണ്, കുറേ സാധനങ്ങൾക്ക് കോമൺ ആണ്. ഇതെല്ലാത്തിനും ഇതേ വിൻഡോ തന്നെയാണ് നമുക്ക് പോപ്പപ്പ് ചെയ്ത് വരിക. അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഇപ്പം ഞാൻ കാണിച്ചതുപോലെ തന്നെയാണ്. പിന്നെ കംപ്ലയിൻറ്റ് അവിടെ നമ്മൾ ഫ്രണ്ട് ക്യാമറ അവിടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ പിന്നെ അവിടെ വന്നോളും. ഫ്രണ്ട് ക്യാമറ ബ്രോക്കൺ കൊടുത്തു. അടുത്തത് നമുക്ക് ബ്രാൻഡാണ് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ബ്രാൻഡ് സെലക്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇവിടെ ബ്രാൻഡ് ഓൾറെഡി ഉണ്ടോ എന്ന് നോക്കാം. സാംസങ് ആണ്, സാംസങ് ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെയാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് F9 കീ പ്രസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെറിയ വിൻഡോ വരും. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആ ബ്രാൻഡ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ഇത് സെയിം വിൻഡോ ആണെങ്കിൽ പോലും അതാത് ബോക്സിൽ വരുന്നതിൻ്റെ ഡേറ്റ ആയിരിക്കും അതിനകത്ത് വരുന്നത്. മോഡൽ ഏതാണ്? നമുക്ക് F41 ആണ്. അപ്പോൾ F41 ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്, F41 ഉണ്ട്. അവിടെയും നമുക്ക് സെയിം സിറ്റുവേഷൻ തന്നെയാണ്, മോഡൽസ് ഇങ്ങനെ ആഡ് ചെയ്യാം.
ദെൻ കളർ എന്താണെന്നുള്ളത്. ഈ കളർ ഇവിടെ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ചില കസ്റ്റമർ പോയിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സാധനം തിരിച്ചെടുക്കാൻ വരുന്നത്. അപ്പോൾ അവർക്കൊരു ഡൗട്ടാവാം, ഇത് എൻ്റെ സാധനം തന്നെ അല്ലേ, അവർ സാധനം മാറ്റിയോ എന്നൊക്കെയുള്ള തോന്നലുണ്ടാവാം. അല്ലെങ്കിൽ ഇത് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെ ഇത് സംഭവിച്ചു പോകാം. പല ഡിവൈസ് വരുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഒരു കേസ് എടുത്ത് ഇട്ടപ്പോൾ അത് മാറിപ്പോയതാവാം. അത് മാറിപ്പോകാതിരിക്കാനുള്ളൊരു സിസ്റ്റമൊക്കെ ഉണ്ട്. അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ എങ്കിലും നമ്മളവിടെ കളറ് ചൂസ് ചെയ്യുന്നു. കളറ് ഞാൻ ഗ്രേ ചൂസ് ചെയ്തു. കളറും അതേപോലെ നമുക്ക് ആഡ് ചെയ്യാം. then ഇതിൻ്റെ സീരിയൽ നമ്പർ നമുക്ക് ഓപ്പൺ ചെയ്ത് IMEI നമ്പറോ സീരിയൽ നമ്പറോ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ല നമുക്കതിൻ്റെ ബാക്ക് കേസ് ഇളക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിവൈസ് ഓപ്പൺ ചെയ്യുന്ന സമയത്തോ അതിൻ്റെ അകത്ത് സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ബില്ലുണ്ടെങ്കിൽ ബില്ലിനകത്ത് ഉണ്ടാവും. ഇത് ഓരോ ഓപ്ഷനും നമുക്ക് സീരിയൽ നമ്പർ എടുക്കാൻ ഓപ്ഷനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ വെറുതെ ഒരു ഡോട്ട് ഇട്ട് പോവാം, അല്ലെങ്കിൽ ഒന്നും കൊടുക്കാതെയും പോവാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം സീരിയൽ നമ്പർ എനിക്ക് എടുക്കാൻ പറ്റി എന്നുള്ള രീതിയിൽ പോവാണ്. ദെൻ സെക്കൻഡ് സീരിയൽ നമ്പർ, ഇപ്പോൾ 2 സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ ഈ ഡിവൈസിൻ്റെ കൂടെ വേറൊരു അതിൻ്റെ ചാർജറും കൂടെ ചിലപ്പോൾ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ലാപ്ടോപ്പാണ് സർവീസ് ചെയ്യാൻ കൊണ്ടുവന്നെങ്കിൽ ചിലപ്പോൾ അഡാപ്റ്ററും കൂടെ മേടിക്കുന്നുണ്ടാവും. അപ്പോൾ അഡാപ്റ്റർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അഡാപ്റ്ററിൻ്റെ നമ്പറായിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഡിവൈസിൻ്റെ സീരിയൽ നമ്പർ അറ്റ് എ ടൈം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരേ ഡിവൈസിൽ തന്നെ 2 സീരിയൽ നമ്പർ വരുന്ന കേസുകളും ഉണ്ടാവും. ഇപ്പോൾ ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില IMEI നമ്പേഴ്സ് 2 ഉള്ളതുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഞാനത് കൊടുക്കുന്നില്ല. ദെൻ ആക്സസറീസ് റിസീവ്ഡ് വിത്ത് ദ ഡിവൈസ്. അപ്പോൾ ഈ ഡിവൈസ് നമ്മൾ മെയിൻ ഡിവൈസ് മേടിച്ച സമയത്ത് അതിൻ്റെ കൂടെ എന്തൊക്കെ ആക്സസറീസ് കളക്ട് ചെയ്തു എന്നുള്ളതും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. കാര്യം ഇതെല്ലാം പ്രിൻറ്റ് ചെയ്ത് കസ്റ്റമർ നമ്മൾ കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു പ്രൂഫാണ് ഇന്ന സാധനങ്ങൾ നമ്മുടെ ഇത് മേടിച്ചു എന്നുള്ളതിന്. അപ്പോൾ അതും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുകയാണ്. അഡാപ്റ്റർ അതിൽ വേറെ ലിസ്റ്റ് സെലക്ഷനൊന്നുമല്ല, നമുക്ക് വെറുതെ ടൈപ്പ് ചെയ്ത് പോവാം. അഡാപ്റ്റർ, പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് മെമ്മറി കാർഡും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മെമ്മറി കാർഡ്, ഈ 2 സാധനം നമ്മളതിൻ്റെ കൂടെ മേടിച്ചിട്ടുണ്ട്. ഡിവൈസ് എടുത്ത സമയത്ത് നമ്മൾ ഷോപ്പിൽ കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു, ഇത് കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മിക്കവാറും ചില കസ്റ്റമർ വന്നിട്ട് എൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല, ഇതിനകത്ത് ഇപ്പോൾ നമ്മളിത് എൻ്റർ ചെയ്യുന്ന ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്നാണല്ലോ. ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ കൊണ്ടുവന്നു. പിന്നെ വന്നപ്പോഴത്തേക്കും ഇത് ശരിക്കും ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് ചിലപ്പം ഫോൺ ഡെഡായിരിക്കാം. അപ്പോൾ നമ്മളപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ തിരിച്ച് വരുന്ന സമയത്ത് പറയും, ഇത് നേരത്തെ ഓപ്പണെങ്കിലും ആവുമായിരുന്നു, ഓണെങ്കിലും ആവുമായിരുന്നു, ഇപ്പോൾ നിങ്ങളതിൽ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിവൈസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുക്കുന്ന കടകൾക്ക് വേണ്ടിയിട്ടാണിത്. ഡിവൈസ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ പലതും നമുക്ക് ടൈപ്പ് ചെയ്ത് വിടാം. ഡെഡ്, ബാക്ക് കവർ ബ്രോക്കൺ, ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് വിടാം. ഇപ്പോൾ നമ്മുടെ പുതിയ വെർഷൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന വെർഷൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ആ ഡിവൈസിൻ്റെ ഇമേജും കൂടെ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ നമുക്ക് ഇമേജസും കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇവിടെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വാറണ്ടി, ഔട്ട് ഓഫ് വാറണ്ടി, നോൺ വാറണ്ടിയാണ്. ഇത് ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സിലും കൂടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ളൊരു ഓപ്ഷനാണ് ചെയ്തിരിക്കുന്നത്. വാറണ്ടി സർവീസ് ചെയ്യുന്നവർക്ക് വാറണ്ടിയിലാണോ, ഔട്ട് ഓഫ് വാറണ്ടിയിലാണോ, നോൺ വാറണ്ടിയിലാണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ വാറണ്ടി നമുക്ക് ഒബ്വിയസ്ലി വാറണ്ടിക്കകത്തുള്ളതാണ്. ഔട്ട് ഓഫ് വാറണ്ടി എന്ന് പറയുന്നത് വാറണ്ടി പീരീഡ് കഴിഞ്ഞത് എന്നുള്ളതാണ്. നോൺ വാറണ്ടി എന്ന് പറയുന്നത് വാറണ്ടി പീരീഡിലാണ്, പക്ഷേ കമ്പനി പറയുന്ന ഇതിൽ നിന്ന് വയലേറ്റ് ചെയ്തു പോയ ഡിവൈസാണ്. ഇപ്പോൾ ചിലപ്പോൾ വാട്ടർ ഡാമേജിന് വാറണ്ടി കൊടുക്കണമെന്നില്ല, ഫിസിക്കൽ ഡാമേജിന് വാറണ്ടി കൊടുക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ കമ്പനിയുടെ പോളിസിക്ക് പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നോൺ വാറണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പം ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സ് അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം യൂഷ്വലി നോൺ വാറണ്ടിയാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അത് ഡിഫോൾട്ട് സെലക്ഷനായി കിടക്കുന്നത്. ദെൻ ക്വിക്ക് സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അത് നമുക്ക് ഈ ഒരൊറ്റ വിൻഡോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ചെയ്ത് ക്ലോസ് ചെയ്യാം. എമൗണ്ടും എല്ലാം ഇവിടെ തന്നെ എൻ്റർ ചെയ്ത് നമുക്ക് അലോട്ട്മെൻറ്റിലോട്ടോ അല്ലെങ്കിൽ പിന്നെ സ്റ്റാറ്റസ് പിന്നെ ഡിവൈസ് കൊടുക്കുന്ന ഡെലിവറിയിലോട്ടോ ഒന്നും പോകാതെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നൊരു മെത്തേഡാണത്. അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദെൻ എക്സ്പെക്റ്റഡ് ഡ്യൂ ഡേറ്റ്, കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ പറയും, കസ്റ്റമർ യൂഷ്വലി ചോദിക്കുമല്ലോ ഇത് എപ്പോൾ കിട്ടും. ചില കേസുകൾ നമുക്ക് അന്ന് തന്നെ അപ്പം തന്നെ നമ്മൾ ലൈവായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്ന കേസുകളുണ്ട്. അത് നമുക്ക് ആ ഡേറ്റ് തന്നെ കൊടുത്താൽ മതി. ഇല്ല സർ പോയിട്ട് നാളെ വരൂ എന്ന് പറയുന്ന കേസുകൾക്ക് നമുക്കിവിടെ ഡേറ്റ് മാറ്റി കൊടുക്കാം. നമ്മൾ നാളെ ആണ് പറയുന്നതെങ്കിൽ നാളെ ഡേറ്റ് കൊടുക്കാം. ഡിഫോൾട്ടായിട്ടൊരു ടെക്നീഷ്യൻ്റെ പേരവിടെ വന്ന് കിടപ്പുണ്ടാവും. വേറെ മൾട്ടിപ്പിൾ ടെക്നീഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കിട്ടും. നമ്മൾ നേരത്തെ ടെക്നീഷ്യൻ ലിസ്റ്റിനകത്ത് ആഡ് ചെയ്തവരുടെ ലിസ്റ്റ് ഇവിടെ കിട്ടും. അങ്ങനെയല്ല നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നീഷ്യൻ്റെ വിൻഡോ ഓപ്പണായി വരികയും ചെയ്യും, അവിടെ നിന്ന് ആഡ് ചെയ്യുകയും ചെയ്യാം.
ദെൻ കസ്റ്റമർ യൂഷ്വലി ചോദിക്കും ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് എത്രയായി, ഒരു ഉദ്ദേശം എത്രയാവും എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1500 ആവാൻ സാധ്യതയുണ്ട് എന്ന് പറയും. പിന്നെ എമൗണ്ട് റിസീവ്ഡ്, ഇപ്പോൾ ചില കേസുകളിൽ നമുക്ക് ഫോണ് മേടിക്കുന്ന ഡിവൈസ് എടുക്കുന്ന സമയത്ത് വില കൂടിയ ഡിസ്പ്ലേ ഒക്കെയാണ്, ഇപ്പോൾ ഐഫോണിൻ്റെ പാർട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല വില കൊടുത്ത് മേടിച്ചിടേണ്ടി വരും. ചിലപ്പോൾ കസ്റ്റമർ അത് എടുക്കാൻ വന്നില്ലെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടമായി പോകും എന്നുള്ള കേസുകളിൽ നമ്മളൊരു അഡ്വാൻസ് മേടിക്കുന്നുണ്ടെങ്കിൽ ആ അഡ്വാൻസ് എമൗണ്ട് ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 500 റുപ്പീസ് ഈ കസ്റ്റമറിൻ്റെ നമ്മൾ അഡ്വാൻസ് മേടിക്കുന്നു. ഇത്രയാണ് നമുക്ക് യൂഷ്വൽ പ്രോസസ്സ്. ഇവിടെയൊക്കെ ലെവൽ 3യുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത്രയും ചെയ്ത് ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടുന്ന് ബാർകോഡ് പ്രിൻ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാർകോഡ് പ്രിൻ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ചോദിക്കും. ഇപ്പോൾ ഒരു 3 ക്വാണ്ടിറ്റി ബാർകോഡ് 3 സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കർ നമുക്ക് ഡിവൈസിൽ ഒട്ടിക്കാം, ഒരു സ്റ്റിക്കർ നമ്മൾ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് അഡാപ്റ്ററിനകത്ത് ഒട്ടിക്കാം, പിന്നെ ഒരു സ്റ്റിക്കർ നമുക്ക് ജോബ് ഷീറ്റിൻ്റെ ഇതിൽ വേണമെങ്കിലും ഒട്ടിക്കാം. അപ്പോൾ ഇത് നമുക്ക് മൾട്ടിപ്പിൾ എത്ര സ്റ്റിക്കർ വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് നമ്മൾ എത്ര ഡിവൈസ് അതിൻ്റെ അകത്ത് മേടിച്ചിട്ടുണ്ടോ അതിൻ്റെ പുറത്തൊക്കെ നമുക്ക് ഒട്ടിച്ച് പോയി കഴിഞ്ഞാൽ ഈ സാധനം തിരിച്ച് അസംബിൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ പൊളിച്ചതിന് ശേഷം തിരിച്ച് അസംബിൾ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും മാറിപ്പോകാതിരിക്കാൻ സഹായിക്കും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് കസ്റ്റമറിന് പ്രിൻ്റ് കൊടുക്കാം. ഇത് ഡയറക്റ്റ് പ്രിൻ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ഡിഫോൾട്ട് ഒരു പ്രിൻറ്റിൻ്റെ ഫോർമാറ്റ് ആയിരിക്കും വരിക. നമുക്ക് പ്രിൻ്റ് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇനി ആ ജോബ് ഷീറ്റ് അടുത്ത ജോബ് ഷീറ്റിലേക്ക് പോകുമ്പോൾ കാണാം നമുക്ക് നമ്പർ 3 ആയിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് ജോബ് ഷീറ്റ് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കാണാം. ഇവിടെ നാവിഗേഷൻ ബട്ടൺ ഉണ്ട്, നാവിഗേഷൻ ബട്ടൺ പ്രസ് ചെയ്തും കാണാം. ഓക്കെ, ഇനി ഈ വർക്ക് നമുക്ക് അലോട്ട് ചെയ്യുന്ന വിൻഡോ ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ജോബ് അലോട്ട്മെൻറ്റിൻ്റെ വിൻഡോ ഇതാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ആദ്യത്തെ കേസിൽ നമുക്ക് ജോബ് അലോട്ട് ചെയ്യാതെ പോവാം. ഇവിടെ ടെക്നീഷ്യൻ നെയിം കൊടുക്കാതെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് അലോട്ടഡ് അല്ല എന്നുള്ള രീതിയിൽ വരും. ഇവിടെ ടെക്നീഷ്യൻ നെയിം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ജോബ് ആർക്കും അലോട്ടഡ് അല്ല എന്നുള്ള ഇതിലേക്കായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് ജോബ് അലോട്ട്മെൻറ്റ് വിൻഡോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ജോബാണ് അലോട്ട് ആവാതെ കിടക്കുന്നതെന്നുള്ള ഇവിടെ കാണും. അത് സെലക്ട് ചെയ്യുക. ഏത് ടെക്നീഷ്യനാണ് ഇത് അലോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ സുരേഷിനാണ് അലോട്ട് ചെയ്യുന്നതെങ്കിൽ സുരേഷ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ വർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആർക്കാണ് അലോട്ട് ചെയ്യുന്നത്? സുരേഷിനാണ് അലോട്ട് ചെയ്യുന്നത്. ഏത് വർക്കാണ് അലോട്ട് ചെയ്യുന്നത്? ഇതാണ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അലോട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് അലോട്ട് ചെയ്തു എന്നുള്ളത് പറയും. നമുക്ക് ജോബ് എടുത്തത് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും, അലോട്ട് ചെയ്യുന്നത് മറ്റൊരു ദിവസം ആവാം, അല്ലെങ്കിൽ വേറൊരു സമയത്താവാം. രാവിലെ എടുത്തത് വൈകിട്ടായിരിക്കും അലോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത് 29-ാം തീയതിയാണെന്ന് നോക്കാം. ഇൻസ്ട്രക്ഷൻ എന്താണ്? റീപ്ലേസ് വിത്ത് ഒറിജിനൽ ക്യാമറ. ഇപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിച്ചു, കൂടിയ ക്യാമറയുണ്ട് കുറഞ്ഞ ക്യാമറയുണ്ട്, ഒറിജിനൽ ഇടണോ അതോ കോപ്പി മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു കുഴപ്പമില്ല ഒറിജിനൽ തന്നെ ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടെക്നീഷ്യനിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ പറയുകയാണ് ഒറിജിനൽ ക്യാമറ ഇട്ടോളാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്തു. ആ ടെക്നീഷ്യന് ഈ വർക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇത് കുറേ ഒരു ഓതറൈസ് സർവീസ് സെൻ്റർ ആണെങ്കിൽ കുറേ വർക്ക് എടുത്തിട്ടുണ്ടാവും. അതിൽ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ആ ടെക്നീഷ്യനെ സെലക്ട് ചെയ്തിട്ട് അയാൾക്കൊരു 10 വർക്ക് ഇവിടെ ആഡ് ചെയ്താൽ കൊടുത്ത് സേവ് ചെയ്യാം. ഇതാണ് ആ അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ജോബ് ഷീറ്റ് വന്നൊന്ന് എടുത്ത് നോക്കാം. ജോബ് ഷീറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ആ ടെക്നീഷ്യൻ അലോട്ടഡ് ആയിരിക്കും. ഉണ്ടോ? ഇതുപോലെയാണ് അലോട്ട്മെൻറ്റ് ചെയ്യുന്നത്. ഒറ്റ ടെക്നീഷ്യൻ 1-2 ടെക്നീഷ്യനേ ഉള്ളൂ. നമുക്ക് ജോബ് എടുക്കുന്ന സമയത്ത് തന്നെ അലോട്ട് ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കൊടുത്തങ്ങ് പോയാൽ മതി. ഇവിടെ തന്നെ സെലക്ട് ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ അതങ്ങ് വന്നോളും. അലോട്ട്മെൻറ്റ് വിൻഡോയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ജോബ് ഡണ്ണിലേക്കാണ് പോകുന്നത്. ഈ വിൻഡോ യൂസ് ചെയ്യുന്നത് ടെക്നീഷ്യനാണ്. ജോബ് ഡൺ വിൻഡോ എടുത്തിട്ട് ടെക്നീഷ്യൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഫോണ് നമ്മുടെ ജോബ് ഷീറ്റിനകത്ത് റാപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഒരു കവറിനകത്ത് ഇട്ടോ ആയിരിക്കും നമ്മൾ ടെക്നീഷ്യൻ്റെ ടേബിളിലേക്ക് വരിക. അയാളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജോബ് ഷീറ്റ് നമ്പർ അയാൾക്ക് അറിഞ്ഞിരിക്കണം. അയാൾ ആ ജോബ് ഷീറ്റ് നമ്പർ വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നു. വർക്ക് ചെയ്ത് കഴിഞ്ഞു. വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അയാൾ ജോബ് ഷീറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പം ഡീറ്റെയിൽസ് എല്ലാം വന്നു. എന്തൊക്കെയാണ് കംപ്ലൈൻറ്റ് എന്നുള്ളതൊന്ന് ഫ്രണ്ട് ക്യാമറ പ്രോബ്ലമാണ്, മോഡൽ ഇതൊക്കെയാണ്, സ്റ്റാറ്റസ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഇതാണ്. അലോട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ് ഇവിടെ കാണിക്കും. ജോബ് എടുത്തിട്ടുള്ളത് 28-ാം തീയതിയാണ്. അലോട്ട് ചെയ്തിരിക്കുന്നത് കസ്റ്റമറിന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് 29-ാം തീയതിയാണ്.
എന്നാൽ അലോട്ട് ചെയ്തിരിക്കുന്നത് 29-ാം തീയതിയാണ്. അപ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷൻ അലോട്ട് ചെയ്ത സമയത്ത് റീപ്ലേസ് വിത്ത് ഒറിജിനൽ ക്യാമറ. അപ്പോൾ ഇയാൾക്ക് ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം അവിടെ ഇല്ല. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്ത് ആണെന്നുള്ളത് അവിടെ കഴിഞ്ഞു. എല്ലാം നമുക്ക് അവിടെ തന്നെ അറിയാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് അയാൾ വർക്ക് ചെയ്തത് 30-ാം തീയതിയാണ്. എന്തൊക്കെയാണ് സ്റ്റാറ്റസ്? ഓക്കെ ഉണ്ട്, സ്പെയർ വെയിറ്റിംഗ് ഉണ്ട്, റിട്ടേൺ ഉണ്ട്. ഇവിടെ നമുക്ക് F9 കീ പ്രസ് ചെയ്തതിൻ്റെ അകത്ത് പുതിയ സ്റ്റാറ്റസുകൾ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. അയാൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വർക്കാണ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ ആ വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്, കോപ്പി ചെയ്ത് വെച്ചിരുന്നതാണ് നേരത്തെ. അപ്പോൾ റീപ്ലേസ്ഡ് ക്യാമറ, ക്ലീൻഡ് വാട്ടർ പാർട്ടിക്കിൾസ്, ഈ എന്തൊക്കെയാണ് ആ ടെക്നീഷ്യൻ അതിൻ്റെ അകത്ത് ചെയ്തതെന്നുള്ളതാണ്. കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ഇവിടെ വന്ന് കിടപ്പുണ്ടാവും. ഇതിൽ സർവീസ് ടെക്നീഷ്യന് സർവീസ് ചാർജ് എത്രയായി എന്നുള്ളത്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ സർവീസ് ടെക്നീഷ്യൻ കോൺട്രാക്ട് ബേസിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് എമൗണ്ട് സാലറി പോകുന്നത്. സാലറി ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഒരു പാർട്ണർഷിപ്പ് പോലെ ആയിരിക്കും. ഇവർ ഇത്ര വർക്ക് ചെയ്യുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് സർവീസ് ടെക്നീഷ്യന്, ബാക്കി ഷോപ്പിന് എന്നുള്ള രീതിയിൽ വരാം. അല്ല ഫിക്സഡ് സാലറിയിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ടാവാം. അപ്പോൾ സർവീസ് ചാർജ് അയാളെ കൊണ്ട് എന്താണ് ബെനിഫിറ്റ്, അത് സർവീസ് ചാർജാണ് അയാളെ കൊണ്ടുള്ള ബെനിഫിറ്റ്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ അതിന് സർവീസ് ചാർജിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുന്നു. സർവീസ് ചാർജിൻ്റെ വാല്യൂ കൊടുത്തു. സ്പെയർ മാറ്റിയല്ലോ നമ്മൾ. അപ്പോൾ സ്പെയർ ഏതാണ് മാറ്റിയത്, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഇൻവെൻട്രിയിൽ ആഡ് ചെയ്ത സ്പെയർ ഇവിടെ ഉണ്ടാവും. അതിൻ്റെ റേറ്റും ഉണ്ടാവും, ആഡ് ചെയ്യുന്നു. അപ്പം ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് പോകുന്ന ഐറ്റം. ഒരു സർവീസ് ചാർജും 1200 രൂപയുടെ ഒരു സ്പെയറും. ഇത്രയും കൊടുത്ത് സേവ് ചെയ്യുന്നു. ഇത് സേവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് SMS പാക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കസ്റ്റമറിന് അപ്പോൾ തന്നെ ഒരു SMS പോവും. നിങ്ങൾക്ക് ഇത്രയാണ്, ഈ നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇത്രയായി വാല്യൂ എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ജോബ് ഡെലിവറി പാർട്ട് ഒന്ന് നോക്കാം. കസ്റ്റമർ വന്ന സമയത്ത് ജോബ് ഡെലിവറി ചെയ്യുന്നു. ജോബ് ഡെലിവറി ചെയ്യുമ്പോൾ ഇവിടെ ജോബ് ഡെലിവറി നമ്പറിൽ നമ്മൾ ആ കൊടുത്ത വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു. ആ ജോബ് നമ്പർ ഇവിടെ കൊടുക്കുന്നു. ആ ജോബ് നമ്പർ കൊടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ ചെയ്തു, എന്ന് വർക്ക് എടുത്തു, എന്ന് കംപ്ലീറ്റ് ആയി, എന്തൊക്കെ വർക്ക് അതിൻ്റെ അകത്ത് ചെയ്തു, ജോബ് റിമാർക്സ് എന്തൊക്കെ ചെയ്തു, എന്ത് സ്പെയറൊക്കെ അതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്തു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ അകത്ത് വരും. അപ്പോൾ ഇതിൽ സർവീസ് ചാർജ് 1500 രൂപ, സ്പെയർ ചാർജ് 1200 രൂപ, മൊത്തത്തിൽ 1700 രൂപയായി. അതിൽ 500 രൂപ അഡ്വാൻസ് തന്നു. അത് കഴിഞ്ഞ് ബാക്കി എമൗണ്ട് 1200 രൂപ ആൾ തരാനുണ്ട്. അതിൽ ടോട്ടൽ സർവീസ് ചാർജ് 500 രൂപയാണ്, സ്പെയർ ചാർജ് 1200 രൂപയാണ്. ഇത്രയും വന്നു. ഇതിനകത്ത് GST ഉണ്ടെന്നുണ്ടെങ്കിൽ GSTയുടെ ആഡ് ഓൺ ഇവിടെ വരും. GST ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ അത് വരും. ദെൻ റിമാർക്സ് ഡെലിവറി ചെയ്ത സമയത്ത് എന്തെങ്കിലും റിമാർക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമാർക്സ് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നു. 31-ാം തീയതി തന്നെ കസ്റ്റമർ വന്ന് മേടിച്ചിട്ട് പോയി, അല്ലെങ്കിൽ 1-ാം തീയതി മേടിച്ചിട്ട് പോയി എന്ന് പറയാം. 1-ാം തീയതി കസ്റ്റമർ വന്നു, കസ്റ്റമർ മേടിച്ചിട്ട് പോയി. ഇപ്പോൾ കസ്റ്റമറിന് നമുക്കൊരു പ്രിൻ്റ് എടുത്ത് കൊടുക്കാം. ജോബിൻ്റെ ഡീറ്റെയിൽസും എമൗണ്ട് കളക്ഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം വെച്ചിട്ട് നമുക്കൊരു പ്രിൻ്റ് ഔട്ട് അവിടെ കിട്ടും. ദെൻ അടുത്ത ജോബ് ഡെലിവറിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ജോബിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. പക്ഷേ നമുക്ക് കൊടുക്കുന്ന സമയത്ത് ഡെലിവേർഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും മുകളിൽ സ്റ്റാറ്റസ് വരിക. ഇനി കസ്റ്റമർ ഈ ജോബ് ഷീറ്റുമായിട്ട് തന്നെ വരണമെന്ന് നിർബന്ധമില്ല. അവർ പറയും ജോബ് ഷീറ്റ് കളഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിൽട്ടർ ചെയ്യാൻ ഒരുപാട് ഓപ്ഷനുണ്ട്. പല ഓപ്ഷൻ വെച്ചിട്ട് നമുക്കിവിടെ ഫിൽട്ടർ ചെയ്യാം. ജോബ് നമ്പർ, ഡേറ്റ്, കംപ്ലീറ്റ് ഡേറ്റ്, കസ്റ്റമറിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ ഫിൽട്ടർ ചെയ്യാം. ഫോൺ നമ്പർ വെച്ച് ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫോൺ നമ്പർ ആക്കിയിട്ട് നമുക്ക് ആ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 9898 ഞാൻ ആ നമ്പറാണ് കൊടുത്തെന്ന് തോന്നുന്നു. ഓക്കെ, ഒന്നിൽ 980 ഉണ്ട്, 980. അപ്പോൾ ആ നമ്പർ വെച്ചിട്ടുള്ളത് മാത്രം വരും. അത് വെച്ച് അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ റിപ്പോർട്ട്സ് നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. സർവീസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ റിപ്പോർട്ട്, നമുക്ക് ഓരോ റിപ്പോർട്ടായിട്ട് നിങ്ങളെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സർവീസ് ഡീറ്റെയിൽസ്, ഓരോ സർവീസിൻ്റെ മോഡൽ, അതിൻ്റെ സ്റ്റാറ്റസ്, അതിൻ്റെ സർവീസ് എടുത്തതിൻ്റെ ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് നോട്ട് കംപ്ലീറ്റഡ് അങ്ങനെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്കിവിടെ അറിയാം, കംപ്ലീറ്റ് ആയതും കംപ്ലീറ്റ് അല്ലാത്തതും ഒക്കെ.
ദെൻ സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ടുണ്ട്. ഈ സർവീസ് ചാർജ് റിപ്പോർട്ടിനകത്ത് നമുക്കൊരു പീരീഡ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പീരീഡിൽ കിട്ടിയ സർവീസിൻ്റെ ഇൻകം, അത് ഏത് സർവീസിൽ നിന്നാണ്, എത്രയാണ് അതിൻ്റെ സർവീസ് ചാർജ്, ദെൻ അതിൻ്റെ ഫൈനൽ ടോട്ടൽ, അഡ്വാൻസ് എമൗണ്ട്, എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് കാർഡായിട്ടാണോ ക്യാഷ് ആയിട്ടാണോ അടിച്ചത് അതെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ജോബ് ഡെലിവറി ടൈമിൽ നമുക്കിത് കസ്റ്റമറിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ആയിട്ടാണോ കാർഡായിട്ടാണോ എന്നുള്ളതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് ഈ F6 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പ്ലിറ്റപ്പ് നമുക്കിവിടെ കൊടുക്കാം. കസ്റ്റമർ ഗൂഗിൾ പേ ആയിട്ടാണോ എന്തായിട്ടാണ് ഈ പേയ്മെൻറ്റ് തന്നെന്നുള്ളത്. ഡിഫോൾട്ടായിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് അങ്ങ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാഷ് എന്ന് പറയുന്ന ഡിഫോൾട്ട് മോഡിലേക്കായിരിക്കും പോവുക. മറ്റേത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റി കൊടുക്കാം. ദെൻ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് സർവീസിൻ്റെ GST സമ്മറി ഉണ്ട്, സർവീസ് ചാർജ് സമ്മറി ഉണ്ട്, ജോബ് അലോട്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ജോബ് ഡൺ അനാലിസിസ് ഉണ്ട്. ജോബ് ഡൺ അനാലിസിസിലാണ് നമുക്ക് ഓരോ ടെക്നീഷ്യൻ വൈസ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുക. ഓരോ ടെക്നീഷ്യനും എത്ര വർക്ക് വെച്ച് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അറിയുന്നത് അവിടെയാണ്. ഒരാൾ ചെയ്ത വർക്കാണത്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൽ സർവീസ് ചാർജ് വഴി എത്ര ഇൻകം വന്നു, സ്പെയർ ചാർജ് വഴി എത്ര വന്നു. ഈ സർവീസ് ചാർജ് വഴിയുള്ള ഇൻകമാണ് ഈ ടെക്നീഷ്യൻ്റെ നിന്നുള്ള നമ്മുടെ ആക്ച്വൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സ്പെയർ ആക്ച്വലി നമ്മുടെ സ്റ്റോക്കാണ്, നമ്മൾ അതിൽ നിന്ന് സെയിൽ ചെയ്യുന്നതാണ്. അതിൽ യൂഷ്വലി മാർജിൻ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഇല്ല. പക്ഷേ നമുക്ക് സർവീസ് ടെക്നീഷ്യൻ വഴി നമുക്ക് എത്ര ഇൻകം വന്നു, അയാൾക്ക് കൊടുക്കുന്ന സാലറി നമുക്ക് ജസ്റ്റിഫയബിൾ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ടെക്നീഷ്യനെ മാത്രം വർക്കൊക്കെ നമുക്ക് ഇങ്ങനെ ടെക്നീഷ്യൻ വൈസ് ഫിൽറ്റർ കൊടുത്തിട്ടൊക്കെ നമുക്കെടുത്ത് നോക്കാനുള്ള ഓപ്ഷനുണ്ട്. സർവീസ് ടൈം അനാലിസിസ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. ഇത് നമുക്ക് ഒരു ജോബ് എടുത്തതിനിടയ്ക്കുള്ള ഗ്യാപ്പാണ്. ജോബ് എടുത്ത ഡേറ്റ് ഇവിടെ ഉണ്ട്, 28-ാം തീയതിയാണ്, 29-ാം തീയതിയാണ് അലോട്ട് ചെയ്തത്. അതിനിടയ്ക്ക് ഒരു ദിവസം ഗ്യാപ്പ് വന്നു. കംപ്ലീറ്റ് ചെയ്തത് 31-ാം തീയതിയാണ്, അതിനിടയ്ക്ക് 2 ദിവസം ഗ്യാപ്പ് വന്നു. റിട്ടേൺ ചെയ്തത് വീണ്ടും ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്, ഒരു ദിവസം ഗ്യാപ്പ് വന്നു. ടോട്ടൽ ഗ്യാപ്പ്, ഒരു വർക്ക് നമുക്ക് വന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് 4 ദിവസം ഗ്യാപ്പ് ഇതിൻ്റെ അകത്ത് എടുത്തു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് സോർട്ട് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിലേഡ് ആയിട്ട് പോകുന്ന വർക്ക് എന്താണ്, അതിൽ എവിടെയാണ് ഡിലേ വരുന്നത്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഐറ്റം വൈസ് സെയിൽസ് രജിസ്റ്റർ, നമ്മുടെ സ്റ്റോക്ക് പോയിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും. ഓരോ ഐറ്റവും പോയത് ഏത് റേറ്റിന് പോയി, ഏത് എമൗണ്ടിന് പോയി, നമുക്ക് സ്പെയറിൻ്റെ ഒരു ട്രാക്കിംഗ് ആണ്. അത് കാറ്റഗറി വൈസ് തിരിച്ച് നമുക്ക് അറിയാം, ടെക്നീഷ്യൻ വൈസ് നമുക്ക് തിരിച്ചറിയാം. ഇങ്ങനെ റിപ്പോർട്ട്സ് നിങ്ങൾ വെറുതെ എടുത്ത് നോക്കി ഓരോന്നായിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. ഇതിന് GST ഉള്ള ഷോപ്പാണ്, GST വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ GST വൈസ് നമുക്ക് സ്പെയർ ട്രാക്ക് ചെയ്യാൻ പറ്റും. സ്പെയറിൻ്റെ പ്രോഫിറ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്പെയറിന് പ്രോഫിറ്റ് ഇടുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് അനാലിസിസ് സർവീസ് സ്പെയർസ് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റും. 1000 രൂപയ്ക്ക് മേടിച്ച സാധനം നമ്മൾ സോൾഡ് വാല്യൂ 1200 രൂപയ്ക്കാണ് കൊടുത്തത്. അതിൽ ആ സർവീസ് ബേസ് ചെയ്താണ് വരുന്നത്. സ്പെയർ പർച്ചേസ് വാല്യൂ 1000 രൂപ, സോൾഡ് വാല്യൂ 1200 രൂപ, അതിൻ്റെ സർവീസ് ചാർജ് 500 രൂപ. ടോട്ടൽ നമുക്ക് 1700 രൂപയാണ് ആ ഒരു പർട്ടിക്കുലർ സർവീസിൽ നിന്നുള്ള പ്രോഫിറ്റ്. ഈ രീതിയിൽ നമുക്കതറിയാം. അതെല്ലാം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും കോപ്പി ചെയ്ത് എടുക്കാനും ഒക്കെ പറ്റും. ഡേ വൈസ് പ്രോഫിറ്റ് അനാലിസിസ്, അങ്ങനെ ഓരോ ദിവസമുള്ള പ്രോഫിറ്റ് അനാലിസിസ്, അങ്ങനെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇത് ബിൽ വൈസ് അല്ല, ഒരു ദിവസം എത്ര പ്രോഫിറ്റ് എന്നുള്ളത്, എല്ലാ അന്നത്തെ സർവീസ് ചാർജ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ദിവസത്തെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസാണ്. ഇതാണ് നമുക്ക് ഒരു ബേസിക് സർവീസ് മോഡ്യൂളിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ടോട്ടൽ സർവീസ് മോഡ്യൂളിൻ്റെ ഡെമോ ആയെന്ന് വിചാരിക്കുന്നു. സർവീസ് ലെവൽ 3 ഡെസ്പാച്ചും റിട്ടേൺ എന്ന് പറയുന്നത്, ഞാൻ അതും കൂടെ ജസ്റ്റ് ആ വിൻഡോ ഒന്ന് കാണിച്ചു പോകാം. ഏത് സർവീസ് സെൻറ്ററിലേക്കാണ് നമ്മളിത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർവീസ് സെൻറ്റർ നമ്മളിവിടെ ആഡ് ചെയ്യും. എന്നിട്ട് ആ സർവീസ് സെൻറ്റർ ചൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ആ ഐറ്റം ഏതാണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ആ ജോബ് നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. ആ ജോബ് നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ആ ജോബ് നമ്പറിലുള്ള ഐറ്റം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ആവും.
പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ റിട്ടേൺ വരുന്ന സമയത്ത് നമുക്ക് റിട്ടേണിനൊരു നമ്പർ ഉണ്ടാവും. ഏത് സർവീസ് സെൻറ്ററിൽ നിന്നാണ് വന്നത് അതിലുള്ള ഏത് ജോബ് നമ്പറൊക്കെയാണ് തിരിച്ച് റിട്ടേൺ വന്നത്. മൾട്ടിപ്പിൾ ജോബ് നമ്പേഴ്സ് നമുക്ക് റിട്ടേൺ എടുക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കൊറിയറിൽ തിരിച്ച് വന്നിരിക്കുന്നത് ഒരു 5 ജോബിൽ പോയ സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടാവാം. അത് നമുക്ക് റിട്ടേൺ എടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ ഒരു ക്രെഡിറ്റിൻ്റെ ഓപ്ഷൻ പറഞ്ഞല്ലോ. ജോബ് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ക്രെഡിറ്റിൻ്റെ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ നേരത്തെ പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് F6 എന്ന് പറയുന്ന കീ യൂസ് ചെയ്തിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു. അത് ചെയ്യുന്ന സമയത്തും നമുക്കിവിടെ ക്രെഡിറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ആ കസ്റ്റമറിൻ്റെ പേര് സെലക്ട് ചെയ്തിട്ട് കസ്റ്റമറിൻ്റെ പേര് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ക്രെഡിറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേരിൽ ആ എമൗണ്ട് തരാനുണ്ടെന്ന് പറഞ്ഞ് പോയി കിടക്കും. അത് നമുക്ക് കാണുന്നത് അക്കൗണ്ട്സ് മോഡ്യൂളും കൂടെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട്സ് മോഡ്യൂളിനകത്ത് ലെഡ്ജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ലെഡ്ജറിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ ലെഡ്ജർ നമുക്ക് എടുത്ത് നോക്കാം. ഇവിടെ ആ പാർട്ടിയുടെ ലെഡ്ജർ എടുക്കുന്ന സമയത്ത് അവരുടെ ഏത് ജോബിലാണ് എടുത്തത്, അതിൽ ഇനി എത്ര ബാലൻസ് ഉണ്ട്, എത്ര പേയ്മെൻറ്റ് തന്നു, ഇനി അത് കഴിഞ്ഞ് ബാലൻസ് എത്രയുണ്ട്, അതെല്ലാം അറിയാൻ പറ്റും. ആ അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. പേയ്മെൻറ്റ് വരുന്നതും സ്റ്റാഫിന് ടെക്നീഷ്യന് സാലറി കൊടുത്തതും ഇൻസെൻറ്റീവ് കൊടുത്തതും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇൻവെൻട്രിയും അതേപോലെ ഫുൾ പ്രൂഫിൽ നമുക്ക് സ്റ്റോക്കിൻ്റെ ഫുൾ മെയിൻ്റനൻസും നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു സർവീസ് മോഡ്യൂളിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു എക്സ്പ്ലനേഷൻ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ ഇൻഫോലാബിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക്, മുകളിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വന്നാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ തരും.